ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മൾ കുറേ നല്ല ഞാൻ ലാസ്റ്റ് ടൈം ഇട്ട് നമ്മൾ പായസം ഉണ്ടാക്കുന്ന കിറ്റിൽ പായസം ഉണ്ടാക്കുന്ന വീഡിയോ ആണ് കേട്ടോ. അത് ഞാൻ ഹോസ്റ്റലിൽ നിന്നപ്പോഴാണ് ഉണ്ടാക്കുന്നത്. ഞാൻ വീട്ടിൽ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് തമ്മിൽ കണ്ടപ്പോൾ തന്നെ മനസ്സിലായി കാണും എന്താണ് നമ്മുടെ വീഡിയോ എന്ന്. നമ്മുടെ കമൻറ്റ് ബോക്സിൽ ഒരു കുട്ടി കുറേ ആയിട്ട് എന്നോട് റിക്വസ്റ്റ് ചെയ്യുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ ഇത്. എൻ്റെ ഫസ്റ്റ് പീരീഡ്സ് എക്സ്പീരിയൻസ് ഒന്ന് പറയുമെന്ന് ചോദിച്ചിട്ട്. അപ്പോൾ ഞാൻ ഇത്ര ലോങ് ആക്കിയതെന്ന് വെച്ചാൽ എനിക്ക് എക്സാം ആയിരുന്നു. അതുപോലെ തന്നെ ഞാൻ എക്സാം കഴിഞ്ഞിട്ട് വീട്ടിൽ വന്നിട്ട് സമാധാനമായിട്ട് വീഡിയോ എടുക്കാമെന്നാണ് ഞാൻ വിചാരിച്ചത്. അതുകൊണ്ടാണ് ഇത്രയും ലാഗ് ആയതിൻ്റെ ഒന്നാമത്തെ കാര്യം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വിഷയം എൻ്റെ ഫസ്റ്റ് പീരീഡ്സ് എക്സ്പീരിയൻസ് ആണ്. എനിക്കങ്ങനെ പ്രത്യേകിച്ച് പീരീഡ്സ് എക്സ്പീരിയൻസ് ഒന്നും പറയാനായിട്ടില്ല. കാര്യം ഞാൻ എൻ്റെ 6th സ്റ്റാൻഡേർഡിലാണ് കേട്ടോ എനിക്ക് ഫസ്റ്റ് പീരീഡ്സ് ആവുന്നത്. അത് 2016 എന്തോ ആണ്. ഞാൻ ഇപ്പോൾ 6th കഴിഞ്ഞിട്ട് ഇപ്പോൾ ഒരു 9 years ഒക്കെ ആവുന്നു. ആ ഒരു ടൈമിലാണ് എനിക്ക് കറക്റ്റായിട്ട് ഏത് വർഷമാണെന്നൊന്നും എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല. January 8th ആണ് എന്ന് മാത്രം എനിക്കറിയാം. January 8th 2016 ആയിരിക്കാം. ഓക്കെ, അപ്പോൾ ആ ദിവസമാണ് ഞാൻ പീരീഡ്സ് ആവുന്നത്. അതിനു മുമ്പേ എൻ്റെ ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിക്ക് പീരീഡ്സ് ആയിരുന്നു. അത് നമ്മൾ അറിഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഒന്നും അറിയത്തുമില്ല. നമുക്ക് ആരും നമ്മളോട് പറഞ്ഞു തന്നിട്ടില്ല ഇങ്ങനത്തെ കാര്യം. വീട്ടിലാണെന്നുണ്ടെങ്കിൽ അമ്മ ഇതിനെപ്പറ്റി ഒന്നും ഇതുവരെ സംസാരിച്ചിട്ടില്ലായിരുന്നു. എനിക്ക് ആകെപ്പാട് അറിയാവുന്നത് പീരീഡ്സ് എന്തോ ആവും, പക്ഷെ അതെങ്ങനെ ആവുന്നത്, എന്തുകൊണ്ടാവുന്നത്, എപ്പോഴാവുന്നത് അതൊന്നും എനിക്ക് അറിയത്തില്ലായിരുന്നു. അപ്പോൾ എൻ്റെ ക്ലാസ്സിലുള്ള ഒരു കുട്ടിക്ക് പീരീഡ്സ് ആയി. അത് നമ്മൾ എങ്ങനെയോ അറിഞ്ഞു. ആ കുട്ടിയുടെ റിലേറ്റീവ്, അവളുടെ ചേച്ചി നമ്മുടെ സ്കൂളിൽ തന്നെ ആയിരുന്നു പഠിക്കുന്നത്. അപ്പോൾ അവൾ വരാത്ത എന്താണെന്ന് നമ്മൾ തിരക്കുമ്പോൾ ഇങ്ങനെ പറയും പീരീഡ്സ് ആയി എന്നുള്ള ഒരു സബ്ജക്റ്റാണ്. അപ്പോഴാണ് നമുക്ക് വീഴുന്നത് തന്നെ. അപ്പോൾ ഈ സമയത്ത് പീരീഡ്സ് ആവും എന്നുള്ളൊരിത്. അപ്പോൾ നമ്മളും വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അടുത്തതിന് നമുക്കിങ്ങാനും വരുമോ എന്നുള്ള ഒരു ക്യൂരിയോസിറ്റിയിലാണ് ഇരിക്കുന്നത്. ആ സമയത്ത് അവള് പീരീഡ്സ് ഒക്കെ കഴിഞ്ഞിട്ട് വന്ന സമയത്ത് നമ്മൾ ചോദിച്ചു എന്താണ് സംഭവം എന്നുള്ളത്. അപ്പോൾ അവൾ നമ്മളോട് പറഞ്ഞു, എടി ഇങ്ങനാണ് പീരീഡ്സ്, ഇങ്ങനെ വന്നു. അപ്പോൾ ഇങ്ങനെ ബ്ലഡ് വന്നു എന്നുള്ള ആ ഒരു ഇതൊന്നും നമ്മൾക്കറിയത്തില്ല, നമ്മളോട് പറഞ്ഞിട്ടുമില്ലായിരുന്നു. അപ്പോൾ എന്നോട് പറഞ്ഞതെന്ന് വെച്ചാൽ ഇങ്ങനെയാണ് പറഞ്ഞത്. എനിക്ക് നല്ലപോലെ ഓർമ്മയുണ്ട്, മനസ്സിൽ കിടപ്പുണ്ടത്. അതെങ്ങനെയാണ് പറഞ്ഞതെന്ന് വെച്ചാൽ, എടി എനിക്കെന്തോ അറിയില്ല, ഞാൻ പെട്ടെന്ന് വോമിറ്റ് ചെയ്തിട്ട് ഞാൻ ടോയ്ലറ്റിൽ പോയപ്പോഴാണ് ഇങ്ങനെ കണ്ടത് പീരീഡ്സ് ആയെന്ന്. അപ്പോൾ അമ്മേനെ വിളിച്ച് കാണിച്ചു. അപ്പോൾ അമ്മയാണ് പറഞ്ഞത്, മോളെ നീ പീരീഡ്സ് ആയി എന്നുള്ള കാര്യം. അപ്പോൾ എൻ്റെ മൈൻഡ് തോട്ടിൽ അപ്പോൾ ഞാനും ഇങ്ങനെയൊക്കെ ആയിരിക്കും, എനിക്കും വോമിറ്റിങ്ങും തലകറക്കവും ഒക്കെ വന്നിട്ടായിരിക്കും ഞാനും ഇതറിയുക എന്നുള്ള ആ ഒരു തോട്ട് പ്രോസസ്സിങ്ങിലാണ് ഞാൻ നിൽക്കുന്നത്. അപ്പം ഞാൻ ഇപ്പം എനിക്ക് ഒരു വോമിറ്റിംഗ് ടെൻഡൻസി വന്നാലോ, അപ്പം ഞാൻ എൻ്റെ മൈൻഡിനെ അതുപോലെ ബിൽഡ് ചെയ്ത് വെച്ചേക്കും. അപ്പോൾ വോമിറ്റിങ് വരുമ്പോഴാണ്, അല്ലെങ്കിൽ വോമിറ്റിംഗ് ടെൻഡൻസി വരും ഇത് വരുന്നതിന് മുമ്പേ. അപ്പോൾ എന്തെങ്കിലും ഒരു ഇത് വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ പീരീഡ്സ് ആവും എന്ന ഒരു തോട്ടായിരുന്നു എനിക്ക് ആ സമയത്ത്. പക്ഷേ ഇതിനെല്ലാം മാറ്റിമറിച്ചുകൊണ്ട് എനിക്കൊന്നും വന്നില്ല. ഞാൻ ജസ്റ്റ് രാത്രിയിൽ ഉറങ്ങാൻ നേരത്ത് ടോയ്ലറ്റിൽ പോയപ്പോഴാണ് സംഭവം കണ്ട് ഞാൻ അമ്മേൻ്റെ അടുത്ത് പറഞ്ഞു. എനിക്ക് അറിയത്തില്ലായിരുന്നു നമ്മൾ ബ്ലഡ് വരും അങ്ങനെയൊന്നും നമുക്ക് അറിയത്തില്ലായിരുന്നു. പീരീഡ്സ് എന്താണ്, അങ്ങനൊരു സംഭവം എന്നുള്ളത് മാത്രമേ ഉള്ളായിരുന്നു. ഇത് എന്തുകൊണ്ട് വരുന്നെന്നോ ഇതെപ്പോഴാണ് വരുന്നതെന്നോ ഒന്നും നമുക്ക് അറിയത്തില്ല ആ സമയത്ത്. അപ്പോൾ എന്താ പറയുക, ഇങ്ങനെ രാത്രി സമയത്താണ് എനിക്കിങ്ങനെ വന്നത്. അപ്പോൾ ഞാൻ അമ്മയെ വിളിച്ച് കാണിച്ചു. ഓക്കെ, അമ്മ പറഞ്ഞു മക്കളെ നീ പീരീഡ്സ് ആയി, എന്തായാലും അതൊക്കെ മാറ്റിയിട്ട് വാ എന്ന് പറഞ്ഞു. എന്നിട്ട് നമ്മളിപ്പം ഞാൻ പല വീഡിയോകളിലും കണ്ടിട്ടുണ്ട്, ഒരു അടച്ച മുറിയിൽ നമ്മളെ ഒരുപാട് ദിവസം അല്ലെങ്കിൽ ഒരു 4-5 ദിവസമൊക്കെ നമ്മളെ അതിനകത്ത് തന്നെ ആയിരിക്കും, നമ്മളെ പുറത്തോട്ട് കാണിക്കാറേ ഇല്ല. അപ്പോൾ ആ ഒരു ഇതിലായിരുന്നു. പക്ഷെ എനിക്ക് അങ്ങനെ ഒന്നുമില്ലായിരുന്നു കേട്ടോ. ഞാൻ എൻ്റെ റൂമിൽ തന്നെ ആയിരുന്നു. എനിക്കും പണ്ട് സെപ്പറേറ്റ് ആയിട്ടൊരു റൂം തന്നെ ഉണ്ടായിരുന്നു. ഞാൻ ആ റൂമിൽ തന്നെ ആയിരുന്നു. പക്ഷേ എൻ്റെ അടുത്ത് എൻ്റെ അമ്മ പറഞ്ഞൊരു കാര്യം, എൻ്റെ അമ്മ ആരെ അറിയിച്ചിട്ടില്ലായിരുന്നു കേട്ടോ. ഒന്നാമത്തെ കാര്യം ആരെ അറിയിച്ചിട്ടില്ല. നമ്മൾ നോർമലായിട്ടുള്ള ഒരു കാര്യം അത് നോർമലായിട്ട് തന്നെ എന്നും പോകുന്ന പോലെ തന്നെ പറഞ്ഞു. പിന്നെ എൻ്റെ ചേച്ചി ആ സമയത്ത് ജോലി ചെയ്യാണ് കേട്ടോ. അവൾ നഴ്സിംഗ് കഴിഞ്ഞിട്ട് പന്തളത്തായിരുന്നു അവൾ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ആ സമയത്ത് അവളോട് അടുത്ത ദിവസം തന്നെ രാവിലെ, അവൾക്ക് ഡ്യൂട്ടി കഴിഞ്ഞിട്ട് അവൾ അടുത്ത ദിവസം രാവിലെ വരും. അപ്പോൾ അവളോട് പറഞ്ഞിട്ടുണ്ട്,
ഗോപി നീ വരുമ്പോൾ പാഡ് വാങ്ങിക്കൊണ്ട് വരണം, മാളു പീരീഡ്സ് ആയി എന്ന്. അന്ന് നമ്മൾ പീരീഡ്സ് ആയെന്നല്ല പറയുന്നത്, ഇപ്പോഴും അങ്ങനെയാണോ പറയുന്നത് എനിക്ക് അറിയത്തില്ല. പണ്ട് പറയുന്നത് പ്രായമായി എന്നായിരുന്നു. ആ സമയത്തും ഇപ്പോഴും അങ്ങനെ കുറച്ച് പേര് പറയുന്നത്, നമ്മുടെ ഈ പണ്ടത്തെ ആൾക്കാരൊക്കെ ഇപ്പോഴും പ്രായമായെന്നാണ് പറയുന്നത്. അപ്പോൾ ആ സമയത്ത് ഞാൻ കേട്ടതാണ്, അമ്മ ചേച്ചിയെ വിളിച്ചിട്ട് പറഞ്ഞു, മാളു പ്രായമായി, നീ വരുമ്പോൾ ഒരു കവർ പാഡ് വാങ്ങിക്കൊണ്ട് വരണമെന്ന്. അത് കഴിഞ്ഞ് അതൊക്കെ വാങ്ങി ചേച്ചി ഇവിടെ വന്നപ്പോൾ എനിക്ക് ലഡുവും ജിലേബിയും മുട്ടായും അതും ഇതൊക്കെ എന്നെ ഭയങ്കരമായിട്ട് അവൾക്ക് ഭയങ്കര സന്തോഷമായിട്ടുള്ളൊരു ഫീൽ. അതെന്തിനാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. പിന്നെ ഞാനത് റിയലൈസേഷൻ ചെയ്തത് ഇത് നമ്മളുടെ വേദനകളുടെ തുടക്കമാണെന്നുള്ള കാര്യം. എല്ലാവരും പറയുന്നുണ്ടല്ലോ വേദനകളുടെ തുടക്കമാണ് നമ്മളുടെ ആദ്യ പീരീഡ്സ് എന്നൊക്കെയുള്ള കാര്യം. പക്ഷെ ഇപ്പോഴത്തെ കുട്ടികൾ വേഗം പീരീഡ്സ് ആവുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ. അതൊക്കെ അവരുടെ ഫുഡിൻ്റെ കാര്യങ്ങളും അങ്ങനെ നമ്മളുടെ ഫുഡ് കഴിക്കുന്നതിൻ്റെ ഓരോ ഇതുകൊണ്ടായിരിക്കാം മേ ബി അങ്ങനെ നേരത്തെ വരുന്നത്. എന്താണേലും ആ സമയത്ത് അങ്ങനെയായിരുന്നു. എൻ്റെ അമ്മ അങ്ങനെ പുറത്തോട്ട് വിടായികയൊന്നും ഇല്ലായിരുന്നു. എൻ്റെ അടുത്ത് എൻ്റെ അമ്മ പറഞ്ഞു, അടുത്ത ദിവസം തന്നെ 1-2 ദിവസം വേണമെങ്കിൽ റെസ്റ്റ് എടുത്തോ, അടുത്ത ദിവസം തന്നെ ട്യൂഷന് പോയിക്കണം, സ്കൂളിൽ ഇപ്പോഴേ പോകണ്ട എന്നേ പറഞ്ഞിട്ടുള്ളൂ. ഞാൻ ട്യൂഷന് വരെ പോയിട്ടുണ്ട്. പിന്നെ ആ സമയത്ത് നമ്മുടെ പച്ചമുട്ടയൊക്കെ പൊട്ടിച്ച് കുടിക്കുകയും നല്ലെണ്ണയ്ക്കകത്തൊഴിച്ച് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. കുറച്ച് വിയേർഡായിട്ട് തോന്നിയെങ്കിലും ഹെൽത്ത് ബെനിഫിറ്റ് ആണെന്നൊക്കെ പറഞ്ഞ് നമ്മളെ കൊണ്ട് കുടിപ്പിക്കുമ്പോൾ എന്താണേലും കുടിച്ചോളുമായിരുന്നു. ഗൈസ്, എനിക്ക് ആ സമയത്ത് എനിക്ക് പെയിനോ കാര്യങ്ങളോ ഒന്നും ഇല്ലായിരുന്നു. ഇപ്പം ഈ റീസെൻ്റായിട്ട് കുറേ നാളുകൊണ്ടാണ് കേട്ടോ എനിക്ക് ലെഗ് പെയിൻ ആണെങ്കിലും സ്റ്റൊമക്ക് പെയിൻ ആണെന്നുണ്ടെങ്കിലും അതുപോലെ തന്നെ ബാക്ക് പെയിൻ ആണെന്നുണ്ടെങ്കിലും ഒക്കെ എനിക്ക് വരാൻ തുടങ്ങിയത്. കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ഈ സമയത്ത് ഈ കുറച്ച് വർഷങ്ങളായിട്ടാണ് എനിക്ക് വരാൻ തുടങ്ങിയത്. ആദ്യത്തെ ആ 6th ആ സമയത്ത് ഫസ്റ്റ് പീരീഡ്സ് ആയ സമയത്തോ അല്ലെങ്കിൽ അത് കഴിഞ്ഞിട്ട് കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞിട്ടോ എനിക്കങ്ങനെ വലിയ പെയിനോ കാര്യങ്ങളോ ഒന്നും വന്നിട്ടില്ല. ഒരു ബുദ്ധിമുട്ടും ദൈവം സഹായിച്ച് എനിക്ക് വന്നിട്ടില്ലായിരുന്നു. പക്ഷെ ഇപ്പോൾ ഒരു റീസെൻ്റായിട്ടൊരു 3 വർഷത്തിന് ആ ഒരു പരിധിയിൽ എനിക്ക് നല്ല പെയിനും കാര്യങ്ങളും ഒക്കെ വരാറുണ്ട് കേട്ടോ. ചില സമയങ്ങളിൽ, എപ്പോഴും ഒന്നുമില്ല, ചില സമയങ്ങളിൽ എനിക്ക് നല്ല പെയിനും കാര്യങ്ങളൊക്കെ വരാറുണ്ട്. പക്ഷേ സ്റ്റൊമക്ക് പെയിൻ അല്ലെങ്കിൽ വയറുവേദന ഒന്നും വന്നില്ലെങ്കിൽ കൂടിയും എനിക്ക് നല്ല കാലുവേദനയും നടുവേദനയും വരാറുണ്ട്. അത് മസ്റ്റാണ്. നമുക്ക് പീരീഡ്സ് ആവുന്നതിന് മുമ്പേ എനിക്കിങ്ങനെ ഒരു ഹിൻഡ് തരും, എനിക്കിങ്ങനെ പീരീഡ്സ് ആവാൻ പോവാണ് എന്നുള്ള രീതിയിൽ എൻ്റെ നടുവേദനയും കാലുവേദനയും വരാറുണ്ട്. അല്ലാണ്ട് എനിക്ക് വയറുവേദനയൊന്നും അങ്ങനെ വരാറില്ല, ദൈവം സഹായിച്ച് തന്നെ അത് പറയാമല്ലോ. എൻ്റെ കൂടെയുള്ള കുട്ടികൾക്കൊക്കെ വയറുവേദന വരും പീരീഡ്സ് ആവുന്നതിന് മുമ്പേ. അത് എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള ഒരാളായതുകൊണ്ട് എനിക്ക് നന്നായിട്ട് മനസ്സിലാവും. എനിക്ക് ഇടയ്ക്കിടയ്ക്ക് വരത്തുള്ളെങ്കിൽ കൂടിയും അവർക്ക് ഡെയിലി എന്ന് വെച്ചാൽ എല്ലാ വട്ടവും പീരീഡ്സ് ആകുമ്പോൾ ഇതേ റൊട്ടീൻ തന്നെയാണ് വീണ്ടും റീസൈക്കിൾ ചെയ്ത് വരുന്നത്. സോ അപ്പോൾ ഇതാണ് എൻ്റെ എക്സ്പീരിയൻസ് എന്നൊക്കെ പറഞ്ഞാൽ. എനിക്കങ്ങനെ ഞാൻ പറഞ്ഞല്ലോ വലിയ എക്സ്പീരിയൻസോ കാര്യങ്ങളോ ഒന്നും ഇല്ല. സോ അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, എങ്കിലേ ഞാൻ ഇതുപോലത്തെ വീഡിയോസൊക്കെ ഇടുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇനി ഇതുപോലത്തെ വീഡിയോസൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ പറയാം കേട്ടോ. അപ്പോൾ ഞാൻ അതുപോലെ ചെയ്യാം വീഡിയോസ് നന്നായിട്ട്.